ദുനിയാവിൻ്റെ വിഷയത്തിലും ദീനിൻ്റെ വിഷയത്തിലും ഐക്യമുള്ള ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട 2 വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒന്ന്, ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. അതിനെന്ത് വേണം? ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കണം. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. വഅതസിമു ബിഹബ്ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ ഹബ്ലിനെ മുറുകെ പിടിക്കണം. എല്ലാവരും വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഏതാണ് ആ ഹബ്ല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. കിതാബുല്ലാഹ് ഹബ്ലുൻ മംദൂദുൻ മിനസ് സമാഇ ഇലൽ അർദ്. അല്ലാഹുവിൻ്റെ കിതാബായ ഖുർആനാണ് ആകാശലോകത്ത് നിന്ന് നീട്ടിയിടപ്പെട്ട കയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുക. അതിൽ പറയപ്പെട്ടിട്ടുള്ള വിശ്വാസ കാര്യങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ എല്ലാറ്റിനെയും മുറുകെ പിടിച്ച് ഭിന്നിച്ചു പോകാതെ നിങ്ങൾ നിൽക്കണം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെയും മുറുകെ പിടിക്കണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾ ഒരു വിഷയത്തിൽ ഭിന്നതയിലായാൽ ആ ഭിന്നത അങ്ങനെ തന്നെ നിങ്ങൾ നിലനിർത്തരുത്. നിങ്ങൾ ഭിന്നിച്ച് വേറെ വേറെ കക്ഷികളാവരുത്. ഓരോ അഭിപ്രായങ്ങളുടെ പേരിലും ഓരോരുത്തരും മാറി നിൽക്കരുത്. മറിച്ച് ആ ഭിന്നതയെ എങ്ങനെ ഇല്ലാതാക്കാം? ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അതിനെ നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. അപ്പോൾ ആ ഭിന്നത ഒഴിവായി അവിടെ ഐക്യമുണ്ടാകുന്നതാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഐക്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ പേരിൽ ഭിന്നിക്കുകയല്ല വേണ്ടത്, ഐക്യപ്പെടുകയാണ് വേണ്ടത്. കാരണം ഇതെല്ലാം ഐക്യപ്പെടാനുള്ള മാർഗങ്ങളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ദുനിയാവിന്റെ കാര്യത്തിലും ഐക്യം വേണം. അതിനെന്തു വേണം? യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. നിങ്ങളുടെ കൈകാര്യകർത്താക്കളായ ഭരണാധികാരികൾ പറയുന്നതിനെ നിങ്ങൾ അനുസരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രത്തിലെ ഹാക്കിം ഒരു വിധി പുറപ്പെടുവിച്ചാൽ അത് ഖുർആനിനും സുന്നത്തിനും എതിരാവാത്ത കാലത്തോളം അതനുസരിക്കാൻ ആ നാട്ടിലെ ജനങ്ങൾ ബാധ്യസ്ഥരാണ്. അതിനോട് അനുസരണക്കേട് കാണിക്കുക, ഭരണാധികാരിയോട് എതിരായി നിൽക്കുക, ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങിപ്പുറപ്പെടുക, അതൊക്കെ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കും. ആ ഭിന്നത രക്തച്ചൊരിച്ചിലുകളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ രാജ്യത്തിന്റെ ശാന്തിയും സമാധാനവും എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതൊരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് ഭൗതിക വിഷയത്തിൽ ഐക്യം വേണമെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അള്ളാഹുവും റസൂലും കൽപ്പിച്ച രൂപത്തിൽ ഒരു രാജ്യത്തിലെ ഭരണകൂടത്തെയും ആ ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളെയും അനുസരിച്ചുകൊണ്ട് നല്ല പൗരന്മാരായി, നല്ല മനുഷ്യന്മാരായി ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ദീനിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും ഐക്യപ്പെട്ടു നിൽക്കണം.